വചനം വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും തൃപ്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം ജോസഫേ, ഹലോ, ഒന്നേ. എന്നാ പിന്നെ നിങ്ങൾ നടന്നോ. ശരിയേട്ടാ. നിന്നെ ഞാൻ എവിടേക്കാ അന്വേഷിച്ചേ? ചേട്ടൻ എന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നിരുന്നല്ലേ? ആ, ഞാൻ നിന്നൊന്ന് കാണാമെന്നാ, ഒരു കാര്യം സംസാരിക്കാൻ. എന്താ ചേട്ടാ? എടാ, നീ നമ്മുടെ പൗലോസിനെ അറിയില്ലേ? ഏത്? KSRTC-യിലുണ്ടായിരുന്നേ? ആ, അതെ. അവനിപ്പോ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ വളരെ ആക്റ്റീവാണല്ലോ. അവൻ എന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് വരണമെന്ന് പറഞ്ഞ് ക്ഷണിച്ചു. ഇതാണ് ഇത്ര വലിയ കാര്യം. പുള്ളി വിളിച്ചെങ്കിൽ ചേട്ടൻ പ്രാർത്ഥനായോഗത്തിന് പോണം ചേട്ടാ. ഒന്ന് പോടാവേ അവിടുന്ന്. അതല്ല, ആ കൂട്ടത്തിൽ അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു. അത് നിന്നെ കൊണ്ട് സഹായിക്കുന്ന കാര്യമായതുകൊണ്ടാ ഞാൻ നിന്നെ കാണാൻ വന്നത്. എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യം? അതെന്ത് കാര്യം? അത് എടാ, അവന്റെ മോനിപ്പോ പഠിത്തമൊക്കെ കഴിഞ്ഞിരിക്കുക. ആ പയ്യനിപ്പോ വിദേശത്ത് പോവാൻ ഒരു ചാൻസ് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. പറ്റിയ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ പറയണമെന്ന് അവൻ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ, നീ ഇങ്ങനെ ഗൾഫിലേക്കെല്ലാം ആളെ കയറ്റി വിടാറുണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും വഴിക്ക് നീ ആ പയ്യനൊന്ന് കയറ്റി വിട്ടാ നമുക്കും അതിന്റെ ഗുണമുണ്ടാവൂലോ. ചേട്ടൻ പറഞ്ഞത് ശരിയാ. പക്ഷെ അങ്ങനെ കയറ്റി വിടണമെങ്കിൽ അതിനു പറ്റിയ വിസ വരണ്ടേ? തന്നെയുമല്ല, എന്റെ കയ്യിൽ വരുന്നത് മുഴുവനും ഈ കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെയുള്ള വിസകളാണ്. അല്ലാതെ വിദ്യാഭ്യാസമുള്ള പിള്ളേർക്ക് പറ്റിയൊന്നും അങ്ങനെ വരാറില്ല. നീ വിചാരിച്ച നടക്കുന്ന ഞാൻ കരുതിയത്. ഇത് നടന്നിരുന്നെങ്കിൽ കാശിന് കുറച്ച് അത്യാവശ്യമുണ്ടടാ. പോട്ടെ, ഇനി അതൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? വിട്ടുകളാ, എങ്കിലും ചെല്ലട്ടാ. വർഗീസേട്ടാ, ഒന്ന് എന്തിടാ? അല്ല, ഈ പൗലോസേട്ടൻ സാമ്പത്തികമായിട്ട് അത്യാവശ്യം സെറ്റപ്പുള്ള ആളല്ലേ? പിന്നെ അവരൊക്കെ കുടുംബക്കാരായിട്ട് നല്ല കാശുള്ള പാർട്ടിയാ. എന്താടാ? അല്ല, ഇതിപ്പോ കേട്ടെടുത്തോളം തരക്കേടില്ലാത്ത കോളാ. ഇതങ്ങനെ വെറുതെ വിട്ടുകളയണോ? നീ എന്താ ഉദ്ദേശിക്കുന്നേ? ചേട്ടാ, ചേട്ടന് കാശിന് ആവശ്യമുണ്ടായിട്ടല്ലേ ചേട്ടൻ എന്റെ അടുത്ത് വന്നത്? അതെ. എനിക്കും അതുപോലെ കാശിന് ആവശ്യമുള്ളത് കൊണ്ടാ ഞാനിപ്പോ ചേട്ടനെ തിരിച്ചു വിളിച്ചത്. ചേട്ടനൊന്ന് മനസ്സ് വെച്ചാ നമ്മുടെ രണ്ടുപേരുടെ ആവശ്യം നടക്കും. തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. സ്വയം അവമാനം വരുത്തിവെക്കരുത്. പ്രഭാഷകൻ 4-ാം അധ്യായം 20-ാം വാക്യം. എങ്ങനെ? നമ്മൾ ആ പയ്യനൊരു ജോലി ശരിയാക്കി കൊടുക്കും. നല്ല ശമ്പളത്തിൽ വിദേശത്ത് നല്ലൊരു ജോലി. ശരിക്കും നടക്കോ? അത് നടക്കില്ല, പക്ഷെ നടക്കൂന്ന് നമ്മൾ പറയും. ഒരു 5 ലക്ഷം രൂപ മുടക്കിയ നല്ലൊരു ജോലി കിട്ടാനുണ്ടെന്ന് പറയും. എന്നിട്ട് 1 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഇങ്ങ് വാങ്ങിക്കും. എന്താ? അല്ല, ജോലി എവിടെയാ? ദുബായിലാ അതോ മസ്കറ്റ്? ദുബായി ഒക്കെ ആർക്ക് വേണം ചേട്ടാ? ഇപ്പൊ സ്കോപ്പ് അമേരിക്കൻ കാനഡയൊക്കെ അല്ലേ? നമ്മൾ ആ പയ്യന് അമേരിക്കയിലൊരു ജോലി ശരിയാക്കി കൊടുക്കും. കൊടുക്കോ? അല്ല, കൊടുക്കൂന്ന് നമ്മളൊരു കള്ളം പറയും. അതിന് ചേട്ടന് ബുദ്ധിമുട്ടൊന്നുമില്ല. എടാ, കള്ളം പറഞ്ഞ് കാശ് വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞാ അതൊന്നും ശരിയാവില്ല. എന്തുകൊണ്ട് ശരിയാവില്ല? അത്താഴപ്പട്ടിണി കിടക്കണ പാവങ്ങളൊന്നുമല്ലല്ലോ നമ്മൾ പറ്റിക്കാൻ പോണത്.
പുള്ളിയുടെ കയ്യിൽ ഇഷ്ടംമാരെ കാശില്ലേ, അതിൽ നിന്ന് നമ്മൾ കുറച്ച് വാങ്ങിച്ചെടുക്കുന്നു. എന്നാലും അവന് ഈ പ്രാർത്ഥനയും മറ്റുമായിട്ട് നടക്കുന്ന ഒരു സാധു അല്ലേടാ. അവനെ പറ്റിക്കാന്ന് വെച്ചാ എന്റെ ചേട്ടാ, അങ്ങനെയുള്ളവരെയാണ് പറ്റിക്കാൻ എളുപ്പം. അവരാകുമ്പോ ഇതിന്റെ പേരിൽ പിന്നീട് ഒരു പ്രശ്നത്തിന് വരില്ല. എടാ എന്നാലും എനിക്ക് വേണമെങ്കിൽ ഈ കാര്യം ചേട്ടനോട് പറയാതെ ഈ കാശ് ഒറ്റക്കടിക്കായിരുന്നു. പക്ഷെ ഞാനത് ചെയ്യാതിരുന്നെന്താ, ചേട്ടനും കൂടി ഇതിന്റെ ഗുണം കിട്ടിക്കോട്ടെ എന്ന് കരുതിയ. ഒന്നിച്ചു നിന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. ചേട്ടൻ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട, ഞാൻ പറയണത് പോലെ അങ്ങ് ചെയ്താ മതി. ആ എന്താ വർഗീസ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? എടാ, നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ നിന്റെ മോൻ സണ്ണിയുടെ ജോലിക്കാര്യം? ആ, കഴിഞ്ഞ ദിവസം ഞാൻ പുളിക്കിലെ ജോസഫിനെ കണ്ടപ്പോ ഈ കാര്യം ഞാൻ അവനോട് പറഞ്ഞു. അവന് വിദേശത്തേക്കൊക്കെ ആളെ കയറ്റിയിരിക്കുന്ന പരിപാടിയാണല്ലോ. അതെനിക്കറിയാം. നമ്മുടെ പീറ്ററിന്റെ അനിയൻ അവൻ വഴിയല്ലേ ദുബായി പോയത്. അല്ല, എന്നിട്ട് സണ്ണിയുടെ കാര്യം അവൻ എന്ത് പറഞ്ഞു? അതല്ലേ രസം. ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചത് കൃത്യസമയത്താ. അവന്റെ കയ്യിൽ ഒരു വിസ വന്നിട്ടുണ്ട്. അതും ഗൾഫിലേക്കൊന്നല്ല, അമേരിക്കയിലേക്ക്. അതെയോ? എങ്കിലത് നമുക്ക് സണ്ണിക്ക് വേണ്ടി ശരിയാക്കാൻ പറ്റുമോ? ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൻ പറഞ്ഞത് വേറെ 1-2 പേര് കൂടി ഈ ജോലിക്കാരെ അവനോട് പറഞ്ഞിട്ടുണ്ടെന്നാ. അവനിങ്ങനെ ഒരുപാട് ആളുകളെ വിദേശത്തേക്ക് കയറ്റി അയച്ചിട്ടുള്ളതുകൊണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാവരും ആദ്യം അവന്റെ അടുത്തേ ചെല്ലൂ. അല്ല, അവൻ വഴിയാവുമ്പോ എല്ലാവർക്കും അതൊരു വിശ്വാസമാണേ. അത് ശരിയാ. പക്ഷേ ഈ വിസ നമുക്ക് കിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ നിരാശപ്പെടാൻ വരട്ടെ. കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞപ്പോ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വെച്ച് ഈ ജോലി നമ്മുടെ സണ്ണിക്ക് തന്നെ ശരിയാക്കി തരാന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? പക്ഷേ ഒരു 4-5 ലക്ഷം രൂപയുടെ ചെലവുണ്ടാവും. വിസ ശരിയാവുമെങ്കിൽ പിന്നെ 5 അല്ല 10 കൊടുക്കേണ്ടി വന്നാലും കുഴപ്പമില്ല. സണ്ണിയുടെ കരിയറിന്റെ കാര്യല്ലേ, അവിടെ കാശ് നോക്കേണ്ട കാര്യമില്ല. അവന്റെ ഒരു ആഗ്രഹം കൂടി അത്. അല്ല വർഗീസേ, അമേരിക്കയിലെ ഏത് കമ്പനിയിലാ വേക്കൻസി ഉള്ളത്? അതൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. അതൊക്കെ വിശദമായിട്ട് ജോസഫ് തന്നെ പറയും. ഏതായാലും ഇതൊന്ന് ശരിയായ മതിയായിരുന്നു. അല്ല, ശരിയാകുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അല്ലെങ്കിൽ ഞാനിതിപ്പോ വർഗീസിനോടും വർഗീസ് അത് ജോസഫിനോടും പറയേണ്ട വല്ല കാര്യമുണ്ടോ? എല്ലാം ഒരു ദൈവനിശ്ചയമല്ല. അതെ അതെ, എല്ലാം ഒരു ദൈവനിശ്ചയ. പിന്നെ പണത്തിന്റെ കാര്യത്തിന് ഒരു കുഴപ്പമില്ലെന്ന് ജോസഫിനോട് പറഞ്ഞേക്കും. ആ വിസ എത്രയും പെട്ടെന്ന് ശരിയാക്കണം. അല്ല, നീ അത് ജോസഫിനോട് നേരിട്ട് തന്നെ പറഞ്ഞോ. ഞാൻ അവനെയും കൊണ്ട് നിന്റെ വീട്ടിലേക്ക് വരാം. പിന്നെ അവന് അഡ്വാൻസ് ആയിട്ട് 1 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് കൊടുക്കാം. വേണമെങ്കിൽ ഇന്ന് തന്നെ കൊടുക്കാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞാൻ അവനെയും കൂട്ടി വരാം. ഓക്കെ. മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവന്റെ മനസ്സിന് ആഴമില്ല. പ്രഭാഷകൻ 19-ാം അധ്യായം 4-ാം വാക്യം. എന്റെ ദൈവമേ. പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ പൗലോസിനോട് പറഞ്ഞിട്ടുണ്ട്. കാശിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല എന്നാ പുള്ളി പറയണേ. പിന്നെന്താ പ്രശ്നം? എങ്കിൽ പിന്നെ ഇനി വെച്ച് താമസിപ്പിക്കണ്ട. പുള്ളിയുടെ മനസ്സ് മാറുന്നതിന് മുമ്പ് നമുക്ക് ആ അഡ്വാൻസ് വാങ്ങിച്ചെടുക്കാം. പിന്നെ അവ എന്നോട് കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. അതൊക്കെ നീ പറഞ്ഞു തരുമെന്ന് പറഞ്ഞാ ഞാൻ തടിയൂരിയത്. അതൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തോളാന്നേ. പക്ഷെ അയാളെ കാണാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് വേറെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്ത് കാര്യം? ചേട്ടാ, ഇതിന്റെ പേരിൽ നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാ നമ്മൾ തനിച്ചാകാൻ പാടില്ലല്ലോ. എന്ത് പ്രശ്നം? അയ്യോ, എനിക്ക് പേടിയാന്നിട്ടോ. എന്റെ ചേട്ടാ, അങ്ങനെ പേടിക്കാനൊന്നുമില്ലെന്നേ. ഏതായാലും ചേട്ടനൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. കിട്ടുന്നതിൽ പകുതി ചേട്ടന് തരികയും ചെയ്യാം. എന്താ പോരെ? അവിടുത്തെ കണ്ണുകൾ മനുഷ്യന്റെ വഴികളിൽ പതിക്കുന്നു. അവൻ ഓരോ അടിവെക്കുന്നതും
അവിടുന്ന് കാണുന്നു. ജോബ് 34 അധ്യായം 21 വാക്യം. ആ പിന്നെ അത് ഞാൻ മറന്നുപോയി. എന്താടാ? പിന്നെ വാ, എല്ലാം നേരിട്ട് കാണാൻ പോണല്ലേ, വാ. രാജ, കർത്തവ്യ നിർവഹണത്തിനിടയിൽ കൊല്ലപ്പെട്ട പോലീസ് ഓഫീസർ എന്റെയോ നിന്റെയോ ആരുമല്ല. അച്ഛൻ ബന്ധങ്ങളെപ്പറ്റി പറയുന്നു. അച്ഛനൊന്ന് ചിന്തിക്കണം. അയാൾക്കൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ നിർത്തടാ നിന്റെ ധിക്കാരം പറച്ചിൽ. കുടുംബം എന്താടാ ഈ കുടുംബം? രാജാ, കുടുംബബന്ധത്തെപ്പറ്റി അറിയാൻ പാടില്ലാത്ത അച്ഛ, നിങ്ങളൊരു അച്ഛനാണോ? ഒരു പിതാവാണോ? ആ വെള്ളം കിടന്ന തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഓ, എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ജോസഫേ, ഒന്ന് നിന്നെ. ഇതെന്താടാ നാടക ക്യാമ്പോ? നമ്മളിവിടെ ആരെ കാണാനാ വന്നത്? ചേട്ടന്റെ അങ്ങോട്ട് നോക്കി, ആ നിന്ന് അഭിനയിക്കുന്ന രണ്ടുപേരെ കണ്ട. അതിന് അവര് നമ്മുടെ സ്വന്തം ആൾക്കാരാ. ഇവരാണ് ആ പൗലോസേട്ടന്റെ മോനെ അമേരിക്ക കൊണ്ടുപോകാൻ പോകുന്നത്. ആഹാ, അപ്പൊ നീ വെറുതെ പറയാണെന്ന് പറഞ്ഞത് വെറുതെ ആണല്ലേ? അല്ലടാ, ഇവരാണ് അമേരിക്ക കൊണ്ടുപോകുന്നത്? അല്ലെന്ന്. നീ ഇതെന്തൊക്കെയാടാ ഈ പറയുന്നത്? എന്നെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കില്ലേ? ഇതൊക്കെ കേട്ടിട്ട് എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുമല്ല. എടാ, എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന്. ഞാൻ മനസ്സിലാക്കി തരാം. എന്റെ ചേട്ടാ, നമ്മളൊരു നുണ പറയുമ്പോ അത് വിശ്വസിക്കണമെങ്കിൽ വിശ്വസനീയമായ കഥയും കഥാപാത്രങ്ങളും വേണം. മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലാക്കി തരാം. ദിഗംബരൻ ചേട്ടാ, രാജാ, തോമസ് ചേട്ടാ, എന്നെയാണോ? ഞാനാ ജോസഫ്. ഓ, ഒരു മിനിറ്റ്. ഇനി നിങ്ങളുടെ ക്യാരക്ടറാണ് അവർ പോയിട്ട് പറ്റേ. അതായത് നീ ജയിൽ പുള്ളിയാണ്, നീ വക്കീലാണ്. ആ ജോസഫേ, നീ എന്തോ പറയാണെന്ന് പറഞ്ഞല്ല. അല്ല, ഇതാരാ? ഇത് വർഗീസേട്ടൻ. വേറൊന്നുമല്ല, നിങ്ങൾ രണ്ടാളും എനിക്ക് വേണ്ടി ഒരു വേഷം അഭിനയിക്കും. അതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. വന്നേ, ശരി ശരി, വേഗം വരാട്ടോ. ആ, നിങ്ങളുടെ ഡയലോഗ് പറയൂ. ഞാൻ നിരപരാധിയാണ് സാർ. അല്ല ജോസഫേ, ഈ വേഷം എന്ന് പറയുന്നത് ഏത് സിനിമയിലാ? അതോ സീരിയലാണോ? അല്ല, നാടകത്തിലാണ് ഞങ്ങൾക്ക് പറ്റിയല്ല. ഇപ്പൊ ഒരു നാടകം ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ടാ. എന്റെ പൊന്നോ, സിനിമയും സീരിയലും നാടകമൊന്നുമല്ല. പിന്നെ നിങ്ങൾ രണ്ടാളും ഞങ്ങൾ പറയുന്ന ഒരാളുടെ മുമ്പിൽ അമേരിക്കക്കാരായിട്ടൊന്ന് അഭിനയിക്കണം. അമേരിക്കക്കാരാ? അത്രേ ഉള്ളൂ. എന്റെ പൊന്നു ചേട്ടന്മാരെ, നിങ്ങൾ അവിടെ ചെന്ന് അധികം കഥയൊന്നും പറയേണ്ട കാര്യമില്ല. അതായത് ഇതൊരു പയ്യനെ അമേരിക്കക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ്. അവരാവശ്യപ്പെട്ട പോലെ നമ്മളവിടെ പയ്യനൊരു ജോലിയും ശരിയാക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ പയ്യനെ വരുന്ന മാർച്ചിലെ അമേരിക്ക കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാ, ഈ പയ്യനെ ഫെബ്രുവരിയിൽ അമേരിക്ക കൊണ്ടുപോകാൻ വേണ്ടി വേറൊരു പാർട്ടി വരുന്നുണ്ട്. അവര് വന്ന് ഈ ഫാമിലിയും പയ്യനുമായിട്ട് കൂട്ടിമുട്ടുന്നതിന് മുമ്പ് നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് ഒരു അഡ്വാൻസ് വാങ്ങിച്ചിരുന്നു. അപ്പൊ പിന്നെ അവര് കാല് മാറില്ലല്ലോ. പക്ഷേ വിസ ശരിയാക്കുന്ന സാറുമാര് 1 മാസം കഴിഞ്ഞിട്ടേ വിസയും കൊണ്ട് ഇവിടെ എത്തും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനുമുമ്പ് മറ്റേ പാർട്ടിക്കാർ മുട്ടിയാലോ. അതുകൊണ്ട് നിങ്ങൾ ആ വിസയുടെ ആളുകളായിട്ട് ഒന്ന് അഭിനയിക്കണം. എന്നിട്ട് ഈ അഡ്വാൻസ് ഒന്ന് വാങ്ങിച്ചു തരണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് അഭിനയിക്കേണ്ടത് അമേരിക്കയിലാണോ അതോ ഇന്ത്യയിലാണോ? അല്ല, അമേരിക്കയിലാണ് എനിക്ക് വിസയില്ലേ. അതിന് നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ? പാസ്പോർട്ടോ? എടാ പൊട്ടാ, വിസ കിട്ടണമെങ്കിൽ ആദ്യം പാസ്പോർട്ട് എടുക്കണം. നിങ്ങൾ നിർത്തിയേ. നിങ്ങൾ അമേരിക്കയിലും ജർമ്മനിയിലും ഒന്നും പോകണ്ട. എന്റെ നാട്ടില് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരാളുടെ മുമ്പില് ഞങ്ങൾ പറഞ്ഞു തരുന്നതും ആരും അഭിനയിക്കണം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് ഞങ്ങളേറ്റ്. അപ്പൊ ബാക്കി കാര്യം കാശിന്റെ കാര്യമല്ലേ? നിങ്ങൾക്ക് നാടകത്തിന് പോകുമ്പോ കിട്ടണതിന്റെ 5 ഇരട്ടി അങ്ങോട്ട് തരും. പോരെ? അത് മതി. അപ്പോ ബാക്കിയെല്ലാം ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇന്ന് രാത്രി നിങ്ങളുടെ റിഹേഴ്സൽ കഴിഞ്ഞാൽ രാത്രി 9 മണിക്ക് നമ്മുടെ റിഹേഴ്സൽ, നാളെ കാലത്ത് 10 മണിക്ക്
ഒറിജിനൽ അഭിനയം. ഓക്കെ ഓക്കെ ശരി. ശരിയാണ്. ഇത് ഞങ്ങള് കലക്കും. ജോസഫ് നോക്കിക്കോ. എടാ പാസ്പോർട്ട് ആദ്യം എടുക്കണം, എന്നാലേ വിസ കിട്ടൂ. മുമ്പൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ജോസഫേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. സത്യത്തില് വിസയാണോ പാസ്പോർട്ടാണോ ആദ്യം എടുക്കേണ്ടത്? അത് എന്റെ പൊന്നോ, ഇങ്ങോട്ട് വായട്ടാ. എല്ലാം അപ്പൊ പറഞ്ഞ പോലെ. അപ്പൊ പൗലോസേട്ടാ, ഐശ്വര്യമായിട്ട് ആ പൈസ ക്രിസ്റ്റഫർ സാറിന്റെ കയ്യിലോട്ട് അങ്ങോട്ട് കൊടുത്തേ. മോൻ തന്നെ കൊടുക്ക്. വേണ്ട, അപ്പച്ചൻ തന്നെ കൊടുത്താൽ മതി. ഇതാ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വാ, നമുക്ക് ചായ കുടിച്ചിട്ട് സംസാരിക്കാം. ഓ പിന്നെന്താ, വാ സാറേ. കേട്ടോ പൗലോസേട്ടാ, പണം ഇവരുടെ കയ്യിൽ നേരിട്ട് കൊടുപ്പിച്ചെന്താണെന്നറിയോ? പണം നേരിട്ട് ഇവരുടെ കയ്യിൽ കൊടുക്കുമ്പോ കാര്യങ്ങൾ അങ്ങ് സ്പീഡായിക്കോളും. അല്ലേ ക്രിസ്റ്റഫർ സാറ്? അല്ല, സാറുമാർ എത്ര വർഷമായി അമേരിക്കയിലായിട്ട്? അത് ഈ ക്രിസ്റ്റഫർ സാറ് ഒരു 25 വർഷമായിട്ടുണ്ട്. പിന്നെ ഈ മാർട്ടിൻ സാറ് ഒരു 10-15 കൊല്ലമായിട്ടുണ്ട്. അതിലും കൂടുതലായി. ഓക്കെ. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ വിസ റെഡിയായി കഴിഞ്ഞാ അപ്പൊ തന്നെ ഞാൻ ചേട്ടനെ വിവരിച്ചോളാം. അപ്പൊ പിന്നെ ഞങ്ങൾ ചെല്ലട്ടെ. എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. അപ്പൊ ശരി സാറേ, വാ മോനെ. ഓക്കെ, വാ കേറി സാറേ, വാ ചേട്ടൻ ഇപ്പുറത്ത് കയറി. കേറി സാറേ. ഓക്കെ കേറി. ഓക്കെ ശരി. അയ്യോ എടുക്കല്ലേ, ഞാൻ കയറിയിട്ടില്ല. കയറി. വിട്ടു. ഓക്കെ. അമ്മച്ചി, അപ്പച്ച, എന്താണ് അപ്പച്ച? അപ്പച്ച, എനിക്ക് ജോലി ശരിയായി. ഓസ്ട്രേലിയയിലെ ഷിപ്പിംഗ് കമ്പനിയിൽ ബിസിനസ് എക്സിക്യൂട്ടീവ് ആയിട്ട്. നേരാണോ മോനെ? അതെ അപ്പച്ച, കുറച്ചു മുൻപ് അവർ വിളിച്ചു പറഞ്ഞത്. ഇതറിഞ്ഞപാടെ അപ്പച്ചനോടും അമ്മച്ചിയോടും പറയാൻ വേണ്ടി ഞാൻ ഓടി വന്ന. അമ്മച്ചി എന്താ അപ്പച്ച? അമ്മച്ചി. അല്ല മോനെ, അപ്പൊ ഇന്റർവ്യൂ മറ്റുമൊക്കെ? ഇന്റർവ്യൂ ഒക്കെ കൊച്ചിയിലായിരുന്നു. കൊച്ചിയിൽ ഞാൻ പോയിരുന്നു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. കാര്യങ്ങളൊക്കെ ശരിയാവണമെങ്കിൽ മാത്രം അപ്പച്ചനോടും അമ്മച്ചിയോടും പറയാൻ നേരിട്ടിരിക്കുകയായിരുന്നു. പിന്നെ പച്ച, പേപ്പേഴ്സ് ഒക്കെ ശരിയാവണമെങ്കിൽ ചിലപ്പോ എനിക്കൊരു 1.5 മാസത്തിനുള്ളിൽ പോകേണ്ടി വരും. എവിടെ പോകുന്ന കാര്യമാണ് പറയുന്നത്? അമ്മച്ചി എനിക്ക് ജോലി ശരിയായി. എവിടെയാണെന്നറിയോ? ഓസ്ട്രേലിയയില്. മന്ത്ലി സാലറി എത്രയാണെന്നറിയോ? 2 lakhs rupees. എന്റെ ദൈവമേ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. കർത്താവിനെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു. സങ്കീർത്തനങ്ങൾ 145 അധ്യായം 20 വാക്യം. എന്തായാലും അപ്പച്ചന് സന്തോഷായിടാ. എല്ലാം നിന്റെ അമ്മച്ചിയുടെ പ്രാർത്ഥന കൊണ്ടാണ്. ശരി അപ്പച്ച, ഇത്രയും നല്ലൊരു ജോലി എനിക്ക് കിട്ടുമെന്ന് തീരെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നല്ല. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുക. ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോ പോലും ഇത് കിട്ടുമെന്നൊരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. എല്ലാം എന്റെ അപ്പച്ചന്റെ അമ്മച്ചിയുടെ പ്രാർത്ഥനയുടെ പോലെ. അമ്മച്ചിക്ക് ഒരുപാട് സന്തോഷമായില്ലേ? പിന്നല്ലാതെ, നിന്റെ സന്തോഷല്ലേടാ ഞങ്ങളുടെ സന്തോഷം. പിന്നെ അപ്പച്ച, ആ ജോസഫേട്ടൻ പറഞ്ഞ അമേരിക്കയിലേക്കുള്ള വിസയുടെ കാര്യം ഇനി വേണ്ടാന്ന് പറഞ്ഞേക്ക്. ശരിയാ, ഇന്ന് തന്നെ ഞാൻ അവനെ വിളിച്ചു പറഞ്ഞേക്കാം. പാവം, മോന്റെ വിസ എടുക്കാൻ വേണ്ടി അവൻ കുറെ ശ്രമിക്കുന്നുണ്ട്. അല്ലേട്ടാ, ഇയാളിപ്പിതെന്തിനാ ഇന്ന് നമ്മളെ കാണണമെന്ന് പറയുന്നത്? ഇനി ആ പൗലോസേട്ടൻ തന്നെയാണോ വിളിച്ചത്? പിന്നല്ലാതെ, ആ ജോസഫിനോട് വിളിച്ചോന്ന് പറഞ്ഞ്. ഏത് ജോസഫ്? നീയേ, അല്ലാതെ പിന്നെ വേറെ ഏത് ജോസഫാ? സോറി, ഞാനേ ടെൻഷനായപ്പോ. അല്ല, ഇതിപ്പോ എന്തിനാണാവോ? എടാ, ഇനി കാശങ്ങ് തിരിച്ചു ചോദിക്കാനോ? അതെന്തിനാ? അല്ല, നമ്മളവരെ പറ്റിക്കാണെന്ന് അറിഞ്ഞ്. എന്നയാള് പറഞ്ഞു? ഇല്ല, ഞാൻ ഊഹിച്ചതാ. എന്റെ പൊന്നോ, ആ നാക്കൊന്ന് കിട്ടിയേ. എന്തിനാ? അല്ല, കരുനാക്കാണെന്നറിയാൻ വേണ്ടിട്ടാണ്. അതെ, പണം തിരികെ ചോദിച്ചു കഴിഞ്ഞാലേ കൊടുക്കാൻ എന്റെ കയ്യില്. എവിടെ? എന്റെ കയ്യിൽ 10 പൈസയില്ല. ഇത് ആ പോലീസുകാരുടെ കാറല്ലേ? ഓടിയല്ലേ എവിടം വരെ ഓടാന്? മണ്ടത്തരം പറയല്ലേ ചേട്ടാ. ആദ്യം കാര്യം എന്താണെന്നറിയാം.
അല്ല, എന്താ പോലീസ് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അത് വിസയുടെ കാര്യമാണെങ്കിൽ ശരിയായിട്ടില്ല. കാര്യങ്ങൾ ശരിയായി കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചോളാന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? അതല്ല ജോസഫേ. എന്തല്ലെന്ന്? ഇതിപ്പോ ചേട്ടൻ ഒരുമാതിരി ഒരു മര്യാദ ഇല്ലാതെ, ഞങ്ങളെ വിശ്വാസമില്ലാത്ത പോലെ. മോശം. എന്റെ ജോസഫേ, ഞാനൊന്ന് പറയട്ടെ. ഞാൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത് വേറൊരു കാര്യം സംസാരിക്കാനാ. വേറെന്ത് കാര്യം? അതെ, നിങ്ങൾ സണ്ണിക്ക് അമേരിക്കയിലേക്ക് പറഞ്ഞ വിസ ഇനി വേണ്ട. അവന് ഓസ്ട്രേലിയയില് ഇതിലും നല്ലൊരു ജോലി ശരിയായി. 1.5 മാസത്തിനകം പോകാൻ കഴിയുമെന്ന് അവൻ പറഞ്ഞത്. 1.5 മാസത്തിനകം ഓസ്ട്രേലിയ? അല്ല, അതെങ്ങനെ ശരിയായി? അവന്റെ ഒരു സുഹൃത്ത് വഴി അവൻ നേരിട്ട് അപേക്ഷിച്ചതാ. ദൈവം സഹായിച്ച് എല്ലാം പെട്ടെന്ന് ശരിയായി. അല്ല, അപ്പൊ നമ്മുടെ വിസിന് വേണ്ടേ? വേണ്ട. പിന്നെ അന്ന് പണം ഉണ്ടല്ലോ, അതെങ്ങനെ ശരിയാവും? അതൊന്നും ഇനി തിരിച്ചിട്ടില്ല. ആ പണം നിങ്ങൾ അവരുടെ കയ്യിലല്ലേ കൊടുത്തത്? ആ പണം കൊണ്ട് അവര് അമേരിക്കക്ക് പോയില്ലേ? എന്നിട്ടിപ്പോ ആ പണം തിരികെ വേണമെന്ന് പറഞ്ഞാല് അതൊക്കെ ഒരു മര്യാദയാണോ? അല്ല, ന്യായമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ? എന്റെ ജോസഫേ, ഞാൻ ആ പണം തിരിച്ചു ചോദിക്കാൻ വന്നതല്ല. പിന്നെ തിരികെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയാൻ വന്നതാ. കുഴപ്പമില്ലെന്നാ? അതെ, ആ പണം ഞാൻ തിരികെ ചോദിക്കുന്നത് മര്യാദയല്ലെന്ന് എനിക്കറിയാം. കാരണം വിസ വേണ്ടെന്ന് ഞാനായിട്ട് അങ്ങോട്ട് പറഞ്ഞതല്ലേ? അതെ. അതുകൊണ്ട് തന്നെ അഡ്വാൻസ് തന്ന പണം ഞാൻ തിരികെ ചോദിക്കുന്നുമില്ല. ഞാൻ 1 ലക്ഷം മുടക്കിയപ്പോ ദൈവം എന്റെ മോന് കൊടുത്തത് മാസം 2 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ജോലിയാണ്. അവനാ അനുഗ്രഹം എന്നും ഉണ്ടാവാൻ നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചാൽ മതി. എന്നാ ശരി, ഞാൻ ചെല്ലട്ടെ വർഗീസേ. നീ ആ മനുഷ്യന്റെ സന്തോഷം കണ്ടോ? സത്യത്തിലൂടെ സാമ്പത്തികമായിട്ട് ലാഭമുണ്ടായത് ആർക്കാ? നമുക്ക്. നഷ്ടം അയാൾക്കും. എന്നിട്ടും ആ മനുഷ്യന്റെ 1 ലക്ഷം രൂപ തട്ടിച്ചെടുത്തതിന്റെ പേരിൽ ആ പണം കൊണ്ട് ഒരു സന്തോഷം നമുക്കുണ്ടോടാ? ഉള്ളിന്റെ ഉള്ളിലൊരു സമാധാനമുണ്ടോ? സത്യം പറഞ്ഞ ആ പണം കയ്യിൽ വന്ന അന്ന് തൊട്ട് മനുഷ്യന് ഉറക്കം പോലും ഇല്ലാതായി. ഇതിനൊക്കെ കാരണമെന്താ? നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ചെകുത്താനാ. പൗലോസിന്റെ കൂടെയുള്ളത് ദൈവവും. അതുകൊണ്ട് തന്നെ ആ സന്തോഷവും സമാധാനവും അയാളിൽ എപ്പോഴും ഉണ്ട്. എനിക്കും വേണോടാ ആ സന്തോഷം. അത് സ്വയം തിരുത്തി ദൈവത്തിന്റെ പാതയിൽ സഞ്ചരിച്ചാലേ നേടാനാകുമെങ്കിൽ അങ്ങനെ സഞ്ചരിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. പൗലോസിന്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയതില് എന്റെ പങ്ക് ഞാൻ തിരികെ കൊടുക്കാൻ പോവാ. നടന്നതെല്ലാം ഏറ്റുപറയുകയും ചെയ്യും. ചേട്ടാ, ഒന്ന് നിന്നേ. മുൻപൊരിക്കൽ ചേട്ടൻ ഇതുപോലെ നടന്നു നീങ്ങിയപ്പോ ചേട്ടനെ ഞാൻ തിരികെ വിളിച്ചു. അതൊരു തെറ്റ് ചെയ്യാൻ ചേട്ടനെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വിളിച്ചത് ആ തെറ്റ് തിരുത്താനാ. ചേട്ടൻ പറഞ്ഞ് ശരിയാ. നമ്മളിൽ ശരി പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ശരിയാകണം. നന്മയുടെ പാതയിൽ വരണം. ചെയ്തുപോയ തെറ്റുകളൊന്നും ആവർത്തിക്കാൻ ഞാനും ഇല്ല ഏട്ടാ. അതിനു മുന്നേ ഈ തെറ്റും എനിക്ക് തിരുത്തണം. പൗലോസേട്ടന്റെ പണം തിരികെ കൊടുക്കണം. നമുക്കൊന്നിച്ചു പോവാം. ജോസഫേ, എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ ഞാൻ കാരുണ്യം കാണിക്കും. നിയമാവർത്തനം 5-ാം അധ്യായം 10-ാം വാക്യം.
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി. 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com. വചനം വചനം ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും തൃപ്തി. വചനം വചനം ദൈവത്തിൻ വചനം, വചനം വചനം ദൈവത്തിൻ വചനം.